ഹായ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും വാല്യുവേഷൻ അണ്ടർ കസ്റ്റംസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമുക്ക് ഇല്ലസ്ട്രേഷൻ 4 നോക്കാം. ABC Technologies Limited has imported certain equipment from Japan at an FOB cost of 2 lakh yen. The other expenses incurred by ABC Technologies in this connection are as follows. First one, freight from Japan to India port 20,000 yen ആണ്. അപ്പോൾ ഇത് എയർ ഫ്രൈറ്റ് അല്ല. അപ്പോൾ തന്നിരിക്കുന്ന എമൗണ്ട്, ആക്ച്വൽ എമൗണ്ട് എത്രയാണോ അത് തന്നെ നമുക്ക് എടുക്കാം. പിന്നെ ഇൻഷുറൻസ് പേ ടു ഇൻഷുറർ ഇൻ ഇന്ത്യ ആണ് 10,000, അതും നമുക്ക് 10,000 തന്നെ എടുക്കാം. ഇനി ഡിസൈനിങ് ചാർജസ് പേ ടു കൺസൾട്ടൻസി ഫേം ഇൻ ജപ്പാൻ 30,000 എന്നാണ്. ഈ ഡിസൈൻ ചാർജസ് പോലെയുള്ള എക്സ്പെൻസസിൻ്റെ കേസ് കൺസിഡർ ചെയ്യുമ്പം അത് ബിഫോർ ഇമ്പോർട്ട് ആണെങ്കിൽ നമുക്ക് വാല്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ആഫ്റ്റർ ഇമ്പോർട്ട് ആണെങ്കിൽ ആസ് എ കണ്ടീഷൻ ഓഫ് സെയിൽ ആസ് പെർ ദ കോൺട്രാക്റ്റ് ആണെങ്കിൽ, അതായത് ഇൻസ്റ്റാളേഷൻ ചാർജസ് പോലെയുള്ളത് അത് ഇമ്പോർട്ടിന് ശേഷമാണ് ഇൻകർ ചെയ്തിരിക്കുന്നതെങ്കിലും ആസ് എ കണ്ടീഷൻ ഓഫ് സെയിൽ ആസ് പെർ ദ കോൺട്രാക്റ്റ് ആണെങ്കിൽ നമുക്ക് വാല്യൂവിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി ആസ് പെർ ഇമ്പോർട്ടേഴ്സ് റിക്വസ്റ്റ് ആണെങ്കിൽ, അതായത് കസ്റ്റമൈസേഷൻ ചാർജസ് ആസ് പെർ ദ ഇമ്പോർട്ടേഴ്സ് റിക്വയർമെൻ്റ് ആണെങ്കിൽ അത് വാല്യൂവിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഡിസൈനിങ് ചാർജസ് പേ ടു കൺസൾട്ടൻസി ഫേം ഇൻ ജപ്പാൻ എന്ന് പറയുന്നത് വാല്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. ഇനി ABC Technologies has expended 1 lakh in India for certain development activities with respect to imported equipment. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് ചാർജസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാല്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പോസ്റ്റ് ഷിപ്മെൻറ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് വാല്യൂവിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്യില്ല. അടുത്തത്, ABC Technologies had incurred road transport cost from Mumbai port to their factory in Karnataka 30,000. അപ്പോൾ അത് ഇന്ത്യൻ പോർട്ടിൽ നിന്ന്, അതായത് മുംബൈയിൽ നിന്ന് അവരുടെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതും എന്താണ്, പോസ്റ്റ് ഷിപ്മെൻറ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ വാല്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഇനി അവരെന്ത് തന്നിട്ടുണ്ട്, ദ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ഹാഡ് നോട്ടിഫൈഡ് ഫോർ ദ പർപ്പസ് ഓഫ് സെക്ഷൻ 14(3) ഓഫ് ദ കസ്റ്റംസ് ആക്ട് 1962 എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് 1 yen എന്ന് പറയുന്നത് 0.3948 ആണ്. ഇൻ്റർ ബാങ്ക് റേറ്റ് തന്നിട്ടുണ്ട് 1 yen = 0.40. അപ്പം അസസബിൾ വാല്യൂ ഇൻ ഇന്ത്യൻ റുപ്പീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കണം നമ്മളെപ്പോഴും എടുക്കേണ്ടത്, എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് CBEC ആയിരിക്കണം നമ്മളെപ്പോഴും അസസബിൾ വാല്യൂ ഇൻ ഇന്ത്യൻ റുപ്പീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഇനി ഒന്നിൽ കൂടുതൽ CBSEയുടെ എക്സ്ചേഞ്ച് റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് CBSE ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി ആണ് എടുക്കേണ്ടത്. പിന്നെ ABC Technologies had effected payment to bank based on exchange rate of 1 yen = 0.4150. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി കമ്മീഷൻ പേയബിൾ ടു ഏജൻറ്റ് ഇൻ ഇന്ത്യ വാസ് 5% ഓഫ് FOB കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ് ഇൻ ഇന്ത്യൻ റുപ്പീസ് അറൈവ് അറ്റ് ദ അസസബിൾ വാല്യൂ ഫോർ ദ പർപ്പസ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി അണ്ടർ കസ്റ്റംസ് ആക്ട് 1962 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കമ്മീഷൻ എന്താണ്, FOBയുടെ 5% എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് ബൈങ് കമ്മീഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വാല്യൂവിൽ ഇൻക്ലൂഡബിൾ ആണ്. FOBയുടെ 5% എടുക്കുക. ഓക്കെ, പിന്നെ അത് സോൾവ് ചെയ്യാം. അപ്പോൾ FOB ഇവർ തന്നിട്ടുണ്ട്. FOB യെന്നിലാണ് 2 lakh. പിന്നെ ഉള്ളത് ഡിസൈനിങ് ചാർജസ് പേ ടു കൺസൾട്ടൻസി ഫേം ഇൻ ജപ്പാൻ ആണ് 30,000 yen. ഡെവലപ്മെൻറ്റ് ചാർജസ് നമ്മൾ പറഞ്ഞു ഇൻക്ലൂഡബിൾ അല്ല എന്നുള്ള കാര്യം പറഞ്ഞു, പോസ്റ്റ് ഷിപ്മെൻറ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട്. പിന്നെ റോഡ് ട്രാൻസ്പോർട്ട് ചാർജസും ഇൻക്ലൂഡബിൾ അല്ല, കാരണം പോസ്റ്റ് ഷിപ്മെൻറ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് അതും ഇൻക്ലൂഡബിൾ അല്ല. പിന്നെ ഉള്ളത് കമ്മീഷനാണ്. കമ്മീഷൻ നമ്മുടെ അടുത്ത് ഇവർ പറഞ്ഞേക്കുന്നത് FOBയുടെ 5% എന്നാണ്. FOB എത്ര, 2 lakh ആണ്. 2 lakhൻ്റെ 5% എന്ന് പറയുമ്പം 10,000. ഇത്രയും ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് FOB വാല്യൂ ഓഫ് കസ്റ്റംസ് കിട്ടുന്നു 2,40,000. ഈ 2,40,000 യെന്നിലാണ് നമ്മൾ ഇതിനെ ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം നമുക്കിവിടെ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണെന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. CBSE തന്നേക്കുന്ന റേറ്റ് 0.3948 ആണ്. അത് ഇൻറ്റു 2,40,000 yen ചെയ്യുമ്പം 94,752 എന്ന് കിട്ടും. ഇനി ഇൻഷുറൻസ് നമുക്കിവിടെ തന്നേക്കുന്നത് 10,000 ആണ്. പിന്നെ ഫ്രൈറ്റ് ആണ്. ഫ്രൈറ്റ് യെന്നിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുക. 20,000 ഇൻറ്റു 0.3948 ചെയ്യുക. അപ്പോൾ FOB വാല്യൂ ഓഫ് കസ്റ്റംസിൻ്റെ കൂടെ ഇൻഷുറൻസും ഫ്രൈറ്റും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് അസസബിൾ വാല്യൂ, അതായത് CIF വാല്യൂ കിട്ടി 1,12,648 കിട്ടി. അപ്പോൾ അതാണ് നമ്മുടെ അസസബിൾ വാല്യൂ.
ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഈ അതർ എക്സ്പെൻസസിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അത് ബിഫോർ ഇമ്പോർട്ട് ആണെങ്കിൽ എന്താ നമ്മൾ അസസബിൾ വാല്യൂവിൽ അത് ഇൻക്ലൂഡ് ചെയ്യും. ഇനി ആഫ്റ്റർ ഇമ്പോർട്ട് ആണെങ്കിൽ ആസ് എ കണ്ടീഷൻ ഓഫ് സെയിൽ ആസ് പെർ ദ കോൺട്രാക്റ്റ് ആണ് എങ്കിൽ എന്ത് ചെയ്യും, വാല്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇനി ആസ് പെർ ഇമ്പോർട്ടേഴ്സ് റിക്വസ്റ്റ് പ്രകാരമാണെങ്കിൽ അത് വാല്യൂവിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യും. പിന്നെ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ കാര്യം, CBSE പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. മോർ ദാൻ വൺ എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് CBSE ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് റേറ്റ് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി എടുക്കുക.